യെസ് മകളെ, ഗുഡ് ഈവനിങ്. ഇന്ന് ഈ ചാപ്റ്റർ തീർക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ വളരെ അർജൻറ്റായിട്ട് എനിക്കൊരു വഴിക്ക് പോകാനുള്ളത് കൊണ്ട് പെട്ടെന്നുണ്ടായതാണ്. ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. അപ്പോൾ അരമണിക്കൂർ ക്ലാസ് എടുത്ത് പെട്ടെന്ന് തടി തപ്പാനുള്ള പരിപാടിയിലാണ്. ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് ക്ലാസ് ഉണ്ടായിരിക്കില്ല എന്ന് പറയാൻ വേണ്ടി ഓഡിയോ അയക്കാൻ വേണ്ടി വാട്സപ്പ് തുറന്നതായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ഒരു ആഴ്ചയിൽ തന്നെ 2-3 തവണ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ നീട്ടിവെക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കുറച്ച് ക്ലാസ് എടുക്കാൻ തന്നെ വിചാരിച്ചതാണ്. അപ്പോൾ 3rd ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്നാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഹെഡിങ്, ചാപ്റ്ററിൻ്റെ ഹെഡിങ് ഇനിയുമുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനിടക്ക് ചാപ്റ്റർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് മാത്രം പറഞ്ഞിട്ട് അങ്ങോട്ട് ഒതുക്കും. യഥാർത്ഥത്തിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നും കൂടി ആ ചാപ്റ്ററിൻ്റെ പേരിലുണ്ട്. പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെക്കുന്നത്. വളരെ സിമ്പിളാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡുമാണ്. എന്താണ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് അവതരിപ്പിക്കാം. കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്. ഒരു 6 പ്രോപ്പർട്ടി നിങ്ങൾ പഠിക്കണം. ഈ 6 പ്രോപ്പർട്ടികളുടെ പീരിയോഡിസിറ്റി അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 6 പ്രോപ്പർട്ടി ഏതാണെന്ന് ആദ്യം കേട്ടോ. അറ്റോമിക് റേഡിയസ്, വെറുതെ കേട്ടാൽ മതി. എന്താണ് അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് ക്യാരക്ടർ, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. 6 പ്രോപ്പർട്ടി കേട്ടല്ലോ. നിങ്ങൾ വെറുതെ കേട്ടിരുന്നാൽ മതി. നിങ്ങൾ പുതിയ വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ, ഇത് പണിയാകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. വളരെ സിമ്പിളാണ്. ഈ 6 പ്രോപ്പർട്ടിയും ടെക്സ്റ്റ് ബുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് 6 ഹെഡിങ് ആയിട്ടാണ്. എന്നിട്ട് അറ്റോമിക് റേഡിയസ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ പറയുകയാണ്, അറ്റോമിക് റേഡിയസ് ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് എലോങ് എ പീരീഡ് ഡിക്രീസസ്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും അറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു. ഒരു പീരിയോഡിക് ടേബിൾ, ഇതൊരു പീരിയോഡിക് ടേബിൾ ആണെന്ന് വിചാരിക്കുക. ഈ ബോർഡിൽ ഞാനൊരു പീരിയോഡിക് ടേബിൾ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിലെ 1ാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഏതാ? ആദ്യത്തെ കോളം. അതിലാരൊക്കെയുണ്ട്? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. അങ്ങനെ എലമെന്റുകളെ താഴോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച്മെന്റിനെ വിളിച്ച പേരാണ് കോളം. ആ കോളത്തെ വിളിച്ച പേരാണ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്. അതായത് ലിഥിയത്തിൽ നിന്ന് സോഡിയത്തിലേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടും. സോഡിയത്തിനേക്കാളും കുറച്ചുകൂടി കൂടും പൊട്ടാഷ്യം. അടുത്ത ആൾക്ക് റുബീഡിയം വീണ്ടും കൂടും. അടുത്ത ആള് സീഷ്യം വീണ്ടും കൂടും. അങ്ങനെ ഡൗൺ ദി ഗ്രൂപ്പ് അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. എലോങ് എ പീരീഡ്, ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു റോ. ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അങ്ങനെയുള്ള ഒരു റോ എടുത്തു നോക്കിയാൽ അങ്ങോട്ട് പോകും തോറും, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരും. എലോങ് എ പീരീഡ് ഡിക്രീസസ്. ഇങ്ങനെ അറ്റോമിക് റേഡിയസ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ അയാളുടെ പീരിയോഡിസിറ്റി പറഞ്ഞു. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതിനെയാണ് പീരിയോഡിസിറ്റി എന്ന് പറയാം. എന്താണ് പീരിയോഡിസിറ്റി? ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ? എലോങ് എ പീരീഡ്, ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അത് കൂടുമോ കുറയുമോ? ഈ ചർച്ചക്കാണ് നമ്മൾ എന്ത് പേര് പറയുക? പീരിയോഡിസിറ്റി എന്ന് പറയുക. അപ്പം അറ്റോമിക് റേഡിയസിൻ്റെ പീരിയോഡിസിറ്റി അതിൻ്റെ താഴെ ഹെഡിങ്ങിൽ പറഞ്ഞു. അയോണിക് റേഡിയസിന്റെ പീരിയോഡിസിറ്റി അതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ പറഞ്ഞു. മെറ്റാലിക് പ്രോപ്പർട്ടിയുടെ പീരിയോഡിസിറ്റി അതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ പറഞ്ഞു. അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇതൊക്കെ അവരുടെ ഹെഡിങ്ങിൻ്റെ താഴെയാണ് ടെക്സ്റ്റ് ബുക്ക് പരാമർശിച്ചു പോകുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി പോകും. ചിലത് ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് ആണ്, ചിലത് ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ് ആണ്. ചിലത് എലോങ് ദി പീരീഡ് ഇൻക്രീസസ് ആണ്, ചിലത് എലോങ് ദി പീരീഡ് ഡിക്രീസസ് ആണ്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ്
പീരിയോഡിസിറ്റി നിങ്ങൾക്ക് പല രൂപത്തിൽ പഠിക്കാനുള്ളത് കൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി പോകും. ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ ഇനി പറയുന്ന മെത്തേഡിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഹെഡിങ് എഴുതൂ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കൂട്ട. ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത മറുവശത്തുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിക്കും. കണ്ടോളൂ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. പെട്ടെന്ന് എഴുതൂ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതിക്കോ, പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഹെഡിങ് എഴുതിയല്ലോ. ഇനി പേൻ അവിടെ വെച്ച് ഹൃദയം ഇങ്ങോട്ട് തരും. ഞാൻ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ കാണിക്കുന്ന കഥാപ്രസംഗം കണ്ണ് തുറന്ന് കാണുക. അതിനുശേഷം അത് ഹൃദ്യസ്ഥമാക്കുക. അതിനുശേഷം നിങ്ങൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അതോടെ തീർന്നു. ആ 6 പ്രോപ്പർട്ടികളുടെയും പീരിയോഡിസിറ്റി 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കാൻ പോവാണ്. ഇത് ശ്രദ്ധിച്ച് കണ്ടോളെ. പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 6 പ്രോപ്പർട്ടി ഉണ്ട്. ആ 6 പ്രോപ്പർട്ടിയുടെ നമ്പർ ഞാനിവിടെ ആദ്യമേ ഇട്ട് വെക്കുന്നുണ്ട്. 1, 2, 3, 4, 5, 6. ആരൊക്കെയായിരുന്നു ആ പ്രോപ്പർട്ടി? ഒന്നാമത്തെ പ്രോപ്പർട്ടി ഞാനിവിടെ എഴുതുന്നു. എന്താണ്? അറ്റോമിക് റേഡിയസ്. ആരാണ് മക്കളെ? പറ. അറ്റോമിക് റേഡിയസ്. പഠിച്ചോ? രണ്ടാമത്തെ പ്രോപ്പർട്ടി അയോണിക് റേഡിയസ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി അയോണിക് റേഡിയസ്. മൂന്നാമത്തെ പ്രോപ്പർട്ടി മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ. നാലാമത്തെ പ്രോപ്പർട്ടി അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ്? പറ, എൻ്റെ കൂടെ ഒന്ന് വായിച്ചേക്കൂട്ടോ. അയോണൈസേഷൻ എൻതാൽപ്പി. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എൻതാൽപ്പി ഒക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ വാക്കായിരിക്കും എന്ന് എനിക്കറിയാം. പിന്നെ സ്കൂളിലെ ക്ലാസ് നമ്മളെക്കാളും മുമ്പിലായതുകൊണ്ട് നിങ്ങൾ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും മാത്രം. എന്താണെന്നൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പറഞ്ഞുതരും. കാത്തിരിക്കൂ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. 6 പ്രോപ്പർട്ടി കണ്ട. ആരൊക്കെയാണ്? ആരും എഴുതരുത്. എൻ്റെ എഴുത്തിന് ശേഷം മാത്രമേ എഴുതാവൂ. അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്. ഒന്ന് വായിച്ചേക്ക്, ചുമ്മാ ഒന്ന് വായിച്ചേക്ക്. എൻ്റെ കൂടെ ഒന്ന് വായിച്ചേക്ക്. നിങ്ങളിപ്പോൾ അവിടെ വായിക്കുന്നുണ്ടോ ഇല്ലേന്നൊന്നും ഞാൻ അറിയാൻ പോണില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു നമ്മൾ തമ്മിൽ മനസ്സുകൾ സംസാരിക്കട്ടെ. എൻ്റെ കൂടെ ഒന്ന് വായിച്ചേക്കും മക്കളെ. അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് ക്യാരക്ടർ, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ദി ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഈ 6 ആളുകളെ ദേ മക്കളെ ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ആക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച് കണ്ടോട്ടോ. ഞാൻ ഇങ്ങനെ ഒരു ടേബിൾ ആക്കുകയാണ്. അപ്പം ഞാനിവിടെ 3 എഴുതി, അടുത്ത 3 ഇവിടെ എഴുതിയത് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല. ഇവരെ 2 പേരെയും 2 ആക്കിയതാണ്. ആദ്യത്തെ 3 ആളുകളെ ഒരു ടീം, അവസാനത്തെ 3 ആളുകളെ ഒരു ടീം. അപ്പം ഇനി മുതൽ അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് ക്യാരക്ടർ ഒരു ടീമും, അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി വേറെ ടീമുമാണ്. കാരണം ഈ 3 പേരുടെയും പീരിയോഡിസിറ്റി ഒരുപോലെയാണ്. ഈ 3 പേരുടെയും പീരിയോഡിസിറ്റി ഒരുപോലെയാണ്. എങ്ങനെയാണ് അവരുടെ പീരിയോഡിസിറ്റി വരുന്നത് എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടോളാം. ഞാൻ ഇതിന്റെ ഹെഡിങ് എഴുതാണ്. അറ്റോമിക് റേഡിയസ്, അയോണിക് റേഡിയസ്, മെറ്റാലിക് ക്യാരക്ടർ എന്നതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്. ഡൗൺ ദി ഗ്രൂപ്പ് ഹൈഫൺ ഇട്ടിട്ട് ഇൻക്രീസസ്. എന്താണ്? ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്. ഹെഡിങ് തീർന്നിട്ടില്ല. along the period ഹൈഫൺ ഇട്ടിട്ട് ഡിക്രീസസ്. ശ്രദ്ധിച്ചോളണേ. along the period ഡിക്രീസസ്. എന്താ കണ്ടോളണേ? അറ്റോമിക് റേഡിയസ് ആണെങ്കിലും അയോണിക് റേഡിയസ് ആണെങ്കിലും മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിലും ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഡൗൺ ദി ഗ്രൂപ്പ് ഈ 3 എണ്ണവും ഇൻക്രീസസ് കൂടും. ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്, അയോണിക് റേഡിയസ് ഇൻക്രീസസ്, മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എലോങ് ദി പീരീഡ് ഒരു പീരീഡിൽ നേരെ നോക്കുമ്പോൾ, അതായത് ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ മക്കളെ ഒരു അറ്റോമിക് നമ്പർ 30 വരെയെങ്കിലും മിനിമം കാണാൻ പഠിച്ചിരിക്കണം. ഇപ്പോഴും ഞാൻ അതേ പറയുന്നുള്ളൂ. ഇനി എസ് ബ്ലോക്ക് എലമെന്റ്സ് പറയുമ്പോൾ ഞാൻ പറയും എസ് ബ്ലോക്ക് എലമെന്റ്സ് മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ പഠിക്കണമെന്ന്.
പി ബ്ലോക്ക് എലമെന്റ്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും പി ബ്ലോക്ക് മുഴുവനായിട്ട് നിങ്ങൾ പഠിക്കണമെന്ന്. പ്ലസ് ടുവിൽ ഡി ആൻഡ് എഫ് വരുമ്പോൾ ഞാൻ പറയും അതൊക്കെ പഠിക്കണമെന്ന്. അങ്ങനെ പ്ലസ് ടു തീരുമ്പോഴേക്കും നിങ്ങൾ പീരിയോഡിക് ടേബിൾ മുഴുവനായിട്ട് പഠിക്കും. അല്ലെങ്കിൽ ഇത് നമ്മളെ കൊണ്ട് താങ്ങണ പണിയല്ല എന്ന് കരുതിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകും. ഒരു പണിയില്ല, സിമ്പിളായിട്ട് പഠിക്കാം. ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പ് പഠിച്ചാൽ മതി. അതിന് ഒരുങ്ങാത്തതാണ് പ്രശ്നം, അല്ലാതെ മടിയാണ്. അല്ലാതെ നിങ്ങൾക്ക് താങ്ങാഞ്ഞിട്ടല്ല. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന വലിയൊരു സംഭവം. എന്ത് വലിയൊരു സംഭവം? ആകെ 118 ആളുണ്ട്. ആകെ 118 ആളുണ്ട്. നിങ്ങളിപ്പോൾ 200 ആളുകളുള്ള ഒരു ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു കൊല്ലാവസാനാകുമ്പോഴേക്കും 200 ആളുടെ പേര് നിങ്ങൾ പഠിക്കൂലേ? എൻ്റെ കോളേജിലുണ്ട് 250 പേര്. 250 പേരുടെ പേര് ഞാൻ പഠിക്കൂലേ? അത് പഠിക്കും. അത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് പഠിക്കും. എന്നതുപോലെ ഓരോ ദിവസവും ഓരോരുത്തരെടുത്ത് പഠിക്ക്. നിത്യജീവിതത്തിൽ നിങ്ങൾ കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ബെഡ്റൂമിൽ എണീക്കുമ്പോൾ അവിടെ കാണാനൊക്കെ നിങ്ങൾ പീരിയോഡിക് ടേബിളൊക്കെ ഒട്ടിച്ച് വെക്ക്. ഒരു ദിവസം മനഃപൂർവ്വം ഒരു തവണ പീരിയോഡിക് ടേബിളിൽ പഠിച്ചതും പഠിക്കാത്തതുമായ എലമെന്റുകളേക്ക് ഒന്ന് വായിച്ചു വിടാനാ ഞാൻ പറഞ്ഞേ. അങ്ങനെ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ പീരിയോഡിക് ടേബിൾ കടന്നിരിക്കും. അങ്ങനെയല്ലേ എല്ലാവരും പഠിക്കണേ? എന്നല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നല്ലോണം മുഖമൊക്കെ കഴുകി കയ്യും കാലൊക്കെ വൃത്തിയായി കഴുകി നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന ദിവസമാണ് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇരുന്ന് പഠിക്കാനൊന്നും ആരെക്കൊണ്ടും സാധിക്കൂല. അതൊക്കെ ഭാഗമാക്കി മാറ്റണം. ദയവിട്ടു ഇവിടെ നോക്ക്. അറ്റോമിക് റേഡിയസ് ആണെങ്കിലും പറ, അയോണിക് റേഡിയസ് ആണെങ്കിലും പറ, മെറ്റാലിക് ക്യാരക്ടർ ആണെങ്കിലും അവരുടെ പീരിയോഡിസിറ്റി കോമൺ ആണ്. ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്, അലോങ് ദി പീരീഡ് ഡിക്രീസസ്. അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഈ ആളുകൾ കണ്ടോളണേ. അയോണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് പറ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഈ 3 ആളുകളുടെ പ്രോപ്പർട്ടി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ? ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ്. അലോങ് ദി പീരീഡ് ഡിക്രീസസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. എന്ത് പറയും? പറ. അലോങ് ദി പീരീഡ് പറ ഇൻക്രീസസ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിലെ ഇൻക്രീസസ് ഡിക്രീസസ് ആക്കി പറയണം, ഇതിലെ ഡിക്രീസസ് ഇൻക്രീസസ് ആക്കി പറയണം. അപ്പോൾ നിങ്ങൾ അവിടെ ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്, അലോങ് ദി പീരീഡ് ഡിക്രീസസ് എന്നൊന്നും എഴുതാൻ പോകണ്ട. ഓപ്പോസിറ്റ് എന്ന് മാത്രം എഴുതിയാൽ മതി. കാരണം എന്താ? ഇതും അവിടെ എഴുതി വെച്ചാൽ പിന്നെ അത് കാണാതെ പഠിക്കും. അത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും ഇതും കൺഫ്യൂഷൻ ആകും. എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുത്താലല്ലേ നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ. ഇത് ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതിയെന്ന്. ഓപ്പോസിറ്റ് പറയാനും അറിയില്ലേ? ഇൻക്രീസസ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡിക്രീസസ് ആണ് എന്ന് അറിയാവുന്ന നിങ്ങൾ പിന്നെ അവിടെ വേറെ പോയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോവും. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ വേറെ കിട്ടോടാ? പഠിക്കരുത് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ ഞാൻ പറയണം, ഇവിടുത്തെ ഹെഡിങ് നിങ്ങൾ പഠിക്കരുത്, ഇത് മാത്രമേ പഠിക്കാവൂ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അപ്പുറത്തെന്ന് നിങ്ങൾ ഓർത്താ മതി. മനുഷ്യനല്ലേ, എന്തെല്ലാം ഓർത്തെടുക്കാനുള്ള കഴിവുണ്ട്. അതൊക്കെ മുതലാക്കിയിട്ട് പരമാവധി മെമ്മറി കീപ്പ് ചെയ്യും. പരമാവധി സാധനങ്ങൾ കുത്തിക്കയറ്റി വെച്ചിട്ട് അവിടെ വെറുതെ കളയല്ലേ, വീണ്ടും കൺഫ്യൂഷനായി പോകും. ഈക്വൽ ഇമ്പോർട്ടൻസിൽ പഠിച്ചു കഴിഞ്ഞാലുള്ള ഒരു ബുദ്ധിമുട്ട് അതാണ്. ഒരേ ഇമ്പോർട്ടൻസിൽ പഠിച്ചാൽ പിന്നെ കൺഫ്യൂഷനാകും. മനുഷ്യനല്ലേ, ഉറപ്പല്ലേ? അപ്പോൾ ഒരേ ഇമ്പോർട്ടൻസിൽ പഠിക്കരുത്. ഇതിൻ്റെ ഹെഡിങ് മാത്രം പഠിക്കുക, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. അപ്പം എങ്ങനെയാ കളി? ഇതേ ഞാൻ പറഞ്ഞുതരാം. ഒരാൾ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ 6 പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒരുത്തനെ വിളിച്ചിട്ട് ഇവൻ്റെ പീരിയോഡിസിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നത് ഞാനൊന്ന് അഭിനയിച്ച് കാണിച്ചു തരാം. ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അയോണിക് റേഡിയസ്. അപ്പം ഞാൻ ആലോചിക്കണുണ്ടോ അയോണിക് റേഡിയസ്. എൻ്റെ മനസ്സിലിപ്പോൾ വന്ന ആദ്യത്തെ ചിന്ത, ഇത് ടേബിൾ നമ്പർ 1 ആണോ ടേബിൾ നമ്പർ 2 ആണോ എന്നതാ. ഏത്? ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന കോളത്തിലെ 1ാമത്തെ കോളമാണോ 2ാമത്തെ കോളമാണോ? അയോണിക് റേഡിയസ് 1 ആണ്. കോളം നമ്പർ 1 അയോണിക് റേഡിയസ്. അപ്പോൾ കോളം നമ്പർ 1 ആണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച ഹെഡിങ് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഈ ഹെഡിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹെഡിങ്? ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ്, അലോങ് ദി പീരീഡ് ഡിക്രീസസ്. കഴിഞ്ഞു. നമ്മൾ എന്താ പറഞ്ഞേ? അയോണിക് റേഡിയസിന്റെ പീരിയോഡിസിറ്റി ഓർത്തെടുത്ത് പറഞ്ഞതൊന്നും അല്ല. നമ്മൾ എന്താ പറഞ്ഞേ? അയോണിക് റേഡിയസ് ഉൾക്കൊള്ളുന്ന ടേബിളിന്റെ ഹെഡിങ് പറഞ്ഞതാണ്. അയാളുടെ ചോദ്യത്തിന് ഉത്തരമായി. അയാളുടെ ചോദ്യം എന്താണ്? അയോണിക് റേഡിയസിന്റെ പീരിയോഡിസിറ്റി എന്ത്? അതിന്റെ ഉത്തരമായി പോയി.
നമ്മൾ അത് ആലോചിച്ചിട്ടും കൂടിയില്ല. നമ്മൾ അങ്ങോട്ട് അയോണിക് റേഡിയസ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഹെഡിങ് അങ്ങോട്ട് പറഞ്ഞു ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് അലോങ് ദി പീരീഡ് ഡിക്രീസസ്. ആഹാ, അവന് കിട്ടേണ്ടത് കിട്ടി. അപ്പോൾ വേറെ ഒരുത്തൻ ഇപ്പം ഇടത്തെ ഭാഗത്ത് കൂടെ വന്നവൻ കറങ്ങി തിരിഞ്ഞ് വലതു ഭാഗത്ത് കൂടെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെങ്കിലോ. ആഹാ, എങ്ങനെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണെങ്കിലോ? എടാ മോനെ, ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ പീരിയോഡിസിറ്റി എന്തെന്ന് നിന്നോടൊരു ചോദ്യം വന്നാൽ നീ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ടേബിൾ നമ്പർ 1 ആണോ ടേബിൾ നമ്പർ 2 ആണോ? ടേബിൾ നമ്പർ 2 അല്ലേ? രണ്ടാമത്തെ ടേബിളിലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളതെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അയണൈസേഷൻ എന്താൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി, ഇലക്ട്രോ നെഗറ്റിവിറ്റി 3 പേരും രണ്ടാമത്തെ ടേബിളിലാണ്. രണ്ടാമത്തെ ടേബിളിന്റെ ഹെഡിങ് എന്താ? അങ്ങനെ ആലോചിക്കണ്ട. രണ്ടാമത്തെ ടേബിളിൽ നമ്മൾ ഹെഡിങ് ഓപ്പോസിറ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ എന്താ വേണ്ടേ? പഠിച്ചു വെച്ച ഹെഡിങ്ങിന്റെ ഓപ്പോസിറ്റ് പറയുക. ഇങ്ങനെ പഠിച്ചു വെച്ച ഹെഡിങ്ങിന്റെ ഓപ്പോസിറ്റ് പറയുക. എന്താ പഠിച്ചു വെച്ചത്? ഡൗൺ ദി ഗ്രൂപ്പ് ഇൻക്രീസസ് അലോങ് ദി പീരീഡ് ഡിക്രീസസ് എന്നാ പഠിച്ചു വെച്ചേ. അതിന്റെ ഓപ്പോസിറ്റ് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് എങ്ങനെ? ഡൗൺ ദി ഗ്രൂപ്പ് ഡിക്രീസസ് അലോങ് ദി പീരീഡ് ഇൻക്രീസസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. നീ സംഭവത്തിൽ എന്താ പറഞ്ഞത്? ടേബിൾ നമ്പർ 2 ആണെന്ന് ഓർത്ത് ഒന്നാമത്തെ ടേബിളിന്റെ ഹെഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് നീ പറഞ്ഞത്. പക്ഷെ ചോദിച്ചവന്റെ ചോദ്യത്തിന് ഉത്തരം ആപ്റ്റാണ്, കറക്റ്റ് ആൻസർ അവന് കിട്ടിയത്. അവൻ എന്താ ചോദിച്ചേ? ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ പീരിയോഡിസിറ്റി എന്ത്? ഇതെങ്ങാനും ഓരോ ഹെഡിങ് ആയിട്ട് പഠിച്ചിട്ട് ഓരോരുത്തരുടെയും പീരിയോഡിസിറ്റി ഓരോന്നിൻ്റെ അണ്ടറിൽ പഠിച്ചു പോയിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ആവാൻ ഈ ജന്മത്തിൽ വേറെ എവിടെയും പോകണ്ട. ഇവിടെ നിന്ന് തന്നെ പണ്ടാരടങ്ങിപ്പോ. അതിൻ്റെ ആവശ്യമില്ല. 2 ചെറിയ കോളം കൊണ്ട് ഈ സാധനം അങ്ങോട്ട് ഹൃദയത്തിലാക്കി വെക്കാം. പഠിച്ചോ മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണേ. ഒന്ന് എഴുതി വെച്ചേ, നോട്ടിലാക്കി ഹൃദയത്തിലാക്കി വെച്ചേ പ്ലീസ്.